ദൈവത്തിന്റെ മഹത്വം. സ്നേഹവന്ദനങ്ങൾ പ്രിയപ്പെട്ടവരെ. സങ്കീർത്തനങ്ങൾ 26-ാം അധ്യായം 1-ാം വാക്യം. ന്യായം പാലിച്ചു തരുന്ന ദൈവം. ഹല്ലേലൂയ. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, രാജാവിന് അന്നേ ദിവസം ഉറക്കം വരാതെ തനിക്ക് വേണ്ടി തന്റെ ജീവനെ രക്ഷിച്ച മൊർദെഖായിക്ക് ഒരു ബഹുമാനം കൊടുക്കാതെ രാജാവ് വിഷമിച്ചു. രാജാവിന് അന്ന് ഉറക്കം വന്നില്ല. ദിനവൃത്താന്ത പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു, മൊർദെഖായിക്ക് ഒരു ബഹുമതി അല്ലെങ്കിൽ ഒരു ബഹുമാനം, ഒരു പ്രതിഫലം കൊടുത്തില്ല. മൊർദെഖായി തന്നെ രക്ഷിച്ചു. അതേ സമയം തന്നെ ഹാമാൻ രാജാവിന്റെ അടുക്കൽ വന്ന് മൊർദെഖായിക്ക് കഴുമരത്തിലേറ്റി കൊല്ലുവാൻ ഹാമാൻ മൊർദെഖായിയെ പറ്റി വിചാരിച്ചു. ഹല്ലേലൂയ. ശത്രു എതിരായി പദ്ധതിയിടുമ്പോൾ സ്വർഗത്തിലെ ദൈവം നീതിയുള്ള ന്യായാധിപതി. മൊർദെഖായിയുടെ ന്യായവും നീതിയും കണ്ട സ്വർഗത്തിലെ ദൈവം രാജാവിന് ഉറക്കം കൊടുത്തില്ല. ഹാമാനെ വിളിച്ചിട്ട് പറയുവാനിട വന്നു, രാജാവ് ബഹുമാനിപ്പാൻ ആഗ്രഹിക്കുന്നവനെ എന്താ ചെയ്യുന്നത്? തന്നെ അല്ലാതെ ആരെയാണ് രാജാവ് ഇത്രമാത്രം ബഹുമാനിക്കുന്നത്? ഹാമാൻ ഉള്ളത്തിൽ ചിന്തിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു, രാജാവ് ധരിക്കുന്ന വസ്ത്രം രാജാവ് എങ്ങനെയാണോ ധരിക്കുന്നത് അതുപോലെ രാജവസ്ത്രം ധരിപ്പിച്ച് രാജാവിന്റെ മോതിരമണിയിച്ച് കിരീടമൊക്കെ ചൂടി, അതെ, രാജാവ് സഞ്ചരിക്കുന്ന വാഹനത്തിൽ കഴിച്ച് രാജാവ് ബഹുമാനിപ്പാൻ ആഗ്രഹിക്കുന്നവനെ ഇങ്ങനെ ചെയ്യുമെന്ന് വിളിച്ചു പറയും. ഹാമാൻ വിചാരിച്ചു തന്നെയായിരിക്കും രാജാവ് ഇവിടെ മാനിക്കുന്നതെന്ന്. പക്ഷേ ഇവിടെ ഹാമാനെ തെറ്റിപ്പോയി. മൊർദെഖായി നീതി ചെയ്തു, ന്യായം ചെയ്തു, രാജാവിനെ രക്ഷിച്ചു. അതുകൊണ്ട് തന്നെ രാജാവ് പറഞ്ഞു, നീ പറഞ്ഞതിൽ ഒന്നും കുറയ്ക്കരുത്, നീ പറഞ്ഞതുപോലെയൊക്കെയും മൊർദെഖായിക്ക് ചെയ്യുക. അതെ, ദൈവം നീതിയുള്ള ന്യായാധിപതി. ഇവിടെ ശത്രുവായ ഹാമാൻ മൊർദെഖായിയെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം മൊർദെഖായിയെ മാനിക്കുവാനാണ് ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. ശത്രു നമുക്കെതിരെ എന്തൊക്കെ പദ്ധതി ഇട്ടാലും മാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചാൽ അത് മാത്രമേ നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഹാമാന്റെ പദ്ധതികളെ തകർത്ത് അവിടെ മൊർദെഖായിയെ മാനിച്ചു ന്യായം പാലിക്കുവാൻ ദൈവം ഇടവരുത്തി. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം നിശ്ചയമായും മാനിക്കുക തന്നെ ചെയ്യും, അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ശത്രു എങ്ങനെയൊക്കെ തകർക്കുവാൻ ശ്രമിച്ചാലും ഒരു കാരണവശാലും നടക്കുകയില്ല. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളത്തെയാണ്. എങ്ങനെയാണ്? നീതിയുണ്ടോ? അതെ, ന്യായമുണ്ടോ? നിഷ്കളങ്കതയോടെ നടക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. മൊർദെഖായി നീതിയോടെ, ന്യായത്തോടെ, അതെ, ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടെ നിലകൊണ്ടു. അതുകൊണ്ട് മൊർദെഖായിയെ ഇവിടെ മാനിക്കുവാൻ തക്കവണ്ണം എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എസ്തേറിന്റെ പുസ്തകം മുഴുവനും വായിക്കുമ്പോൾ മൊർദെഖായിക്കെതിരായി, എസ്തേറിനെതിരായി, അതേ, യഹൂദ വംശത്തിന് എതിരായി ഹാമാൻ പദ്ധതി ഒരുക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ആ പദ്ധതിയെ തകർത്ത് ഹാമാനെയും തന്റെ പുത്രന്മാരെയും കുടുംബം ഒന്നടങ്കം സ്വർഗത്തിലെ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. ആർ നമുക്കെതിരെ നിന്നാലും, നീതിയുള്ളവർക്കെതിരായി, നിഷ്കളങ്കതയോടെ നിൽക്കുന്നവർക്കെതിരായി നിന്നാലും സ്വർഗത്തിലെ ദൈവം ആ വിധിയെ മാറ്റി എഴുതി ന്യായത്തെ പാലിക്കുന്ന ദൈവം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് യഹോവയിൽ ആശ്രയിച്ച് നിഷ്കളങ്കതയോടെ നടക്കുന്നു. അപ്രകാരം സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നിഷ്കളങ്കതയോട് നടക്കുന്നവരെ, കർത്താവിൽ ആശ്രയിച്ച് ഇളകാതെ യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുന്നവരെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി മാനിക്കുക തന്നെ ചെയ്യും. ഹാമാന്റെ പദ്ധതികളെ തകർത്ത് മൊർദെഖായിയും യഹൂദ വംശത്തെ മുഴുവനുമായി രക്ഷിച്ചൊരു ദൈവം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതവസ്ഥയിലായിരുന്നാലും സ്വർഗത്തിലെ ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. വിടുവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ.